പ്രസംഗം വിവാദമായതോടെ വിശദീകരണവുമായി അബ്ദുറഹ്മാൻ രംഗത്തെത്തി. പാകിസ്ഥാൻ പരാമർശം മുസ്ലിം ലീഗ് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് LDF സ്ഥാനാർത്ഥി കൂടിയായ മന്ത്രിയുടെ പുതിയ വിശദീകരണം. ഇന്ന് തിരൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു മത്സരം സത്യത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലെ ആയിട്ടുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ 2020 മാച്ച് നടക്കുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മറ്റുള്ള മാച്ച് വൺ ഡേ മാച്ചൊക്കെ നടക്കുമ്പോൾ വലിയ ആരവമാണ്. അതേപോലെ തന്നെയാണ് ഈ മാച്ച് നടക്കുന്നത്. തീർച്ചയായും സ്വാഭാവികമായി ഇത്തവണ തിരൂർ എന്നുള്ളത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. യൂനിസ് വിവരങ്ങൾ നൽകും. യൂനിസ്, ഇത് ആവേശത്തിൽ പറഞ്ഞു പോയതാണോ? അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരൂരിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പ്രശസ്ത ഗായകനായ ഹനാൻ ഷായെ കൊണ്ടുവന്ന് LDFന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണത്തിലാണ് വി അബ്ദുറഹ്മാൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 2 തവണ പാകിസ്ഥാനിൽ പോയി താൻ വിജയിച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലീഗിന്റെ കോട്ടയായ താനൂരിൽ പോയി താൻ വിജയിച്ചു. ഇപ്പോൾ താൻ ഹോം ഗ്രൗണ്ടിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് താൻ തിരിച്ചു വന്നു. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഇവിടെയും വലിയ വിജയം നേടുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം. അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ എന്നൊരു കാര്യം എന്തിനു വേണ്ടി അതിനുപയോഗിച്ചു എന്നുള്ളൊരു കാര്യമാണ് ലീഗ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ എന്തിനാണ് പാകിസ്ഥാനുമായി ഉപമിക്കേണ്ട കാര്യമെന്നാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. പ്രധാനപ്പെട്ട് UDF സ്ഥാനാർത്ഥിയായ കുറുക്കോളി മൊയ്തീൻ MLA പറയുന്നത് അമിത്ഷാ പറയുന്ന പോലെയാണ് വി അബ്ദുറഹ്മാൻ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അമിത്ഷാ പല വിദേശ പ്രസംഗങ്ങളും പലരും നടത്തുന്നു. അതേപോലെ പാകിസ്ഥാൻ എന്ന പരാമർശം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയെ പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തുന്നത് വരെ ദുരുദ്ദേശപരമാണ്, അത് വർഗീയപരമാണ് എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഏതായാലും